നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം വഴിക്കടവിൽ പന്നിക്കെണിയിൽപ്പെട്ട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചന എന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രനും പ്രതികരിച്ചു. ജനം സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നു. രാഷ്ട്രീയ വടംവലിക്കിടയിൽ പാവം ജനത എന്തു പിഴച്ചു? മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ ഇത്രയും കാലം കാര്യക്ഷമമായ എന്ത് പ്രവൃത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ്, ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയിലെ ആദ്യ മണിക്കൂറുകളിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് ഒരു ഗൂഢാലോചനയാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അപകടം ആദ്യം പ്രതിപക്ഷം അറിയുന്നത് എന്ന് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു ജീവൻ പൊലിഞ്ഞ മണിക്കൂറുകൾക്കകം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്? ആദ്യമേ തന്നെ 15 വയസ്സുകാരനായ വീട്ടുപിടുക്കനായ നാട്ടുകാരുടെ പ്രിയങ്കരനായ സ്കൂളിന്റെ പ്രിയങ്കരനായ അനന്തു എന്ന് പറയുന്ന കുഞ്ഞിന് ആദരാഞ്ജലികൾ. വല്ലാതെ ഹൃദയവേദനയോടെയാണ് ഈ ചർച്ച പങ്കെടുക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഒരു മരണമുണ്ടായി. അതായത് നിരുത്തരവാദപരമായ രീതിയിൽ പന്നിയെ കൊടുക്കാനായിട്ട് കരണ്ട് മോഷണം നടത്തി തന്നെ ഒരു ലൈൻ വലിക്കുന്നു. കുഞ്ഞുങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അവർ മീൻ പിടിക്കാനാണ് അതിനെ പാസ് ചെയ്യുമ്പോൾ 3 കുട്ടികളാണ് കരണ്ടടിച്ച് പോകുന്നത്. അതിലൊരു കുഞ്ഞാണ് അനന്തു മരണപ്പെട്ടു. 2 കുട്ടികൾ പരിക്കോടുകൂടി രക്ഷപ്പെട്ടു. ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ കാട്ടുതീ പോലെ തന്നെ പരക്കുകയും ആ നിമിഷം തന്നെ അവിടെ കോൺഗ്രസിന് പ്രകടനം നയിക്കുകയും അതുപോലെ തന്നെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പറെ തടയാൻ ശ്രമിക്കുകയും ഒരു വലിയ സീൻ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തത് അങ്ങേയറ്റം മനുഷ്യത്വഹീനമായി പോയി. എങ്ങനെയാണ് ഇവർ ഇതുപോലെ തന്നെ നിമിഷനേരം കൊണ്ട് ഇങ്ങനത്തെ ഒരു കലാപരിപാടി അവതരിപ്പിച്ചത്? സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അല്ലായിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നോ? മരണം ദുഃഖകരമാണ്. അത് ആരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നാലും ശിക്ഷാർഹമാണ്. വധശിക്ഷ തന്നെ കൊടുക്കണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, അതേ പ്രദേശത്ത് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇതേ രീതിയിൽ തന്നെ മരണമടഞ്ഞിട്ട് ഇതേ കോൺഗ്രസ്സുകാരിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പോലും അവിടെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മരണം ഒരു കുഞ്ഞിനുണ്ടായപ്പോൾ ആ കുഞ്ഞിന്റെ വീട്ടുകാരെ പോലും ദുഃഖത്തിലാഴ്ത്തില്ല. കേരളത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പ്രകടനം നയിച്ച, അല്ലെങ്കിൽ രാത്രികളിൽ തന്നെ അവിടെ ഒരു ഒറ്റ പോസ്റ്ററോ ബോർഡോ ഈ കോൺഗ്രസിന്റെ ഇല്ല. അവിടെ രാത്രികളിൽ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് കെട്ടി വരുന്നവരുടെ മുമ്പിൽ ഇത് ആഘോഷിക്കാനാണ് നടത്തിയ ഈ കോൺഗ്രസ്സുകാർക്കല്ലാണ്ട് എനിക്ക് തോന്നുന്നു പൂരോഗതിൽ വേറെ ആർക്കെങ്കിലും ഇത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിലമ്പൂരിലെ ഇവരുടെ തന്നെ പാർട്ടി ഓഫീസിൽ രാധ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്ലീനറായ ഒരു ലേഡിയെ കൊന്നു കുഴിച്ചു മൂടി. അതിനകത്ത് അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ നമുക്കറിയാം. അത് പ്രതികൾ രക്ഷപ്പെട്ടാലും അത് വളരെ വ്യക്തമായ ഒരു ആരോപണമാണ്. ഇവർക്കേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട വനം മന്ത്രിയുടെ ആ ആരോപണം അല്ലെ ആ സംശയത്തിന് അടിസ്ഥാനരഹിതമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ അത് പറയാൻ പറ്റും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണത്തെ ആഘോഷിക്കുന്നവർ, മരണത്തെ മുതലെടുക്കുന്നവർ, മരണത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുന്നവർ അലറിക്കൂന്നു. ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പ്. ഈ മനുഷ്യൻ ഇങ്ങനെ പറയാൻ പറ്റും? സർക്കാർ സ്പോൺസേർഡ് ആണെന്നൊക്കെ പറഞ്ഞ് അലറിക്കൂവുക. ഇതൊക്കെ അവിടുത്തെ നാട്ടുകാർ കേൾക്കുന്നില്ലേ? ഈ ജനങ്ങള്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ അനന്തുവിന്റെ പൊതുദർശനം നടക്കുകയാണ്. അവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിക്കുന്നു. തത്സമയത്തിലേക്ക് നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കാരണം മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ദുഃഖിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത് എല്ലാ രീതിയിലും. അപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ഫലവത്തായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതാണ് പറയാനുള്ളത്. ഈ മന്ത്രി എ.കെ. ശശീന്ദ്രനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ സന്ദർശിച്ച MP ഗോവിന്ദനാണെങ്കിലൊക്കെ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, സർക്കാരിൻ്റെ വീഴ്ചയോ മറ്റൊന്നുമല്ല ഇതിൽ. പ്രത്യേകിച്ച് ഈ വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബോധപൂർവം സൃഷ്ടിച്ചതാണോ ഈ സംഭവം എന്നൊക്കെ സംശയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്.
അല്ല, അവർ പറയുന്നതിൻ്റെ എന്താണ് കാര്യമെന്ന് അവർക്കേ അറിയത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഇവിടെ മലയോര ജനതയെ മൃഗങ്ങൾ മാത്രമല്ല ആക്രമിക്കുന്നത്, മനുഷ്യമൃഗങ്ങളും ആക്രമിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാല സഖ്യത്തിലെ മനുഷ്യമൃഗങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയുള്ള മനുഷ്യമൃഗങ്ങളായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ പിന്മാറിയില്ലെങ്കിൽ ജനങ്ങൾ നേരിടും. ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ മുന്നിലുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ദാരുണ സംഭവത്തിൽ പോലും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുകയാണ് ഈ UDF-ഉം LDF എന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ? അത് അല്ല, ഞാൻ പറഞ്ഞില്ല, അവരുടെ പ്രസ്താവനകളെ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവരുടെ നേതാക്കന്മാർ, അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ നേരിടുന്നവരുടെ നേതാക്കന്മാർ, അത് ഏത് ഇടതിൻ്റെയാണോ വലതിൻ്റെയാണോ റിയൽ ഇന്ത്യ എന്ന് എനിക്കറിയില്ല, അവർ മനുഷ്യമൃഗങ്ങളായിട്ട് മാറുന്നു ഈ പ്രദേശങ്ങളിൽ. അത് നിർത്തിയില്ല എങ്കിൽ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അത് അവസാനിപ്പിക്കുമെന്ന് BJP പറഞ്ഞിട്ടുള്ളതെല്ലാം ഇന്ത്യയിലും സംസ്ഥാനങ്ങളിലും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കാനുള്ള കരുത്തും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് ഈ മുന്നണികളോട് ആവശ്യപ്പെടാനുള്ളതാണ്. അവരുടെ നേതൃത്വത്തിൽ മനുഷ്യമൃഗങ്ങളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കും. അതുതന്നെയാണ്. ഏതായാലും വന്യമൃഗങ്ങൾ മാത്രമല്ല, മനുഷ്യമൃഗങ്ങൾ കൂടെ സാധാരണക്കാരായ മലയോര ജനതയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്. ശരി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തത്സമയം ജനം TVയോട് പ്രതികരിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ റെജി ലൂക്കോസ് സൂചിപ്പിച്ച വിമർശനങ്ങൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ശശീന്ദ്രൻ പറഞ്ഞതിനെ എങ്ങനെ സംശയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ഒരു നാടകമായിരുന്നു, അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഇതിനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇവിടെ ഇടതായാലും വലതായാലും സാധാരണക്കാർക്ക് എന്ത് നീതി കിട്ടുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി, പക്ഷേ ഇപ്പോഴും കാട്ടാനയുടെ ചവിട്ടേറ്റും പുലിയുടെ കടിയേറ്റും ഒക്കെ മരിച്ചു വീഴുന്ന ജീവനുകൾക്ക് യാതൊരു വിലയുമില്ല ഈ നാട്ടിൽ. ഇന്നലെ നിലമ്പൂരില് വൈദ്യുതാഘാതമേറ്റ് അനന്തു എന്ന ആ ഒരു കൊച്ചുകുഞ്ഞ് മരണപ്പെട്ട സംഭവം നമുക്കെല്ലാം വളരെ ഹൃദയവേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് അവിടെ പ്രതിഷേധമുണ്ടായി എന്നതാ. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ വനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ, അവിടെ അനാസ്ഥകൾക്കെതിരെ, അത് വനം വകുപ്പ് ആയിക്കോട്ടെ, വൈദ്യുതി വകുപ്പ് ആയിക്കോട്ടെ, വനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് വകുപ്പുകളാണേലും അവരെല്ലാം തീർത്തും ജനവിരുദ്ധരായി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം കേരളത്തിന്റെ മലയോര മേഖലയിലുണ്ട്, അല്ലെങ്കിൽ വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വഴിക്കടവിൽ നടന്ന സംഭവം തന്നെ 6 മാസം മുമ്പ് തന്നെ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി. ഇതുപോലെ തന്നെ ഷോക്കേറ്റ് ഒരാൾ കൊല്ലപ്പെടുന്ന അല്ല മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി നിരവധി സംഭവങ്ങൾ ഇത് ഈ പറയുന്ന നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ജനങ്ങളുടെ രോഷം വളരെ ശക്തമാണ്. കാരണം അവിടെ പറയുന്നത് ഇത് ഞങ്ങൾ നിരവധി തവണ വൈദ്യുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിയമവിരുദ്ധമായി വൈദ്യുതി ടാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കെണികൾ ഉണ്ടാക്കുന്നു. അതിൽ ഒത്തിരി പാവപ്പെട്ട ആളുകൾ അവരുടെ നമുക്കറിയാം വീടുകളിലെ മൃഗങ്ങളൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനകത്ത് സർക്കാർ വകുപ്പുകൾ അതിന്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കെണികൾ വെച്ചുകൊണ്ട് ഈ വന്യജീവികളെ കൊന്ന് മാംസമായി വിൽക്കുന്ന ആളുകളുടെ പേരുകൾ സഹിതം തന്നെ ഞങ്ങൾ ഈ പറയുന്ന വനം വകുപ്പിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ചർച്ച എന്താ, നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രതിഷേധം ഉണ്ടായത് എന്നാണല്ലോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കള് വിമർശിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം അത് നമ്മുടെ നേര്യമംഗലം ആയിക്കോട്ടെ, ആറളമായിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, കോട്ടയം ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ നേര്യമംഗലത്ത് അവിടുത്തെ ബഹുമാനപ്പെട്ട ബിഷപ്പിന്റെ ഉൾപ്പെടെയാണ് പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. അതൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണോ ഇതുപോലെയുള്ള ജനരോഷം ഉണ്ടായത്? ഈ മനുഷ്യ വനം സംഘർഷം അല്ലെങ്കിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും ഒരു കാതലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കാരണം നിലമ്പൂരിലെ കഴിഞ്ഞ ഒരു വർഷത്തിനകം തന്നെ ഏകദേശം 1 ഡസനോളം ആളുകൾ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോഴൊക്കെ നമുക്കറിയാം ഈ വനം വകുപ്പ് ഇതിനോട് കാണിക്കുന്ന തികഞ്ഞ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള സമീപനം നമ്മളിവിടെ കണ്ടു. ഇവിടെ വനം നിയമ ഭേദഗതി വരെ കൊണ്ടുവന്നതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് സർക്കാരിന് അത് ഇട്ട് ഓടേണ്ടി വന്നത്. അതിന് അവസാന നിമിഷം പോലും ന്യായീകരിച്ച ആളാണ് ഈ വനംവകുപ്പ് മന്ത്രി. വളരെ ലജ്ജാകരം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു വകുപ്പിന്റെ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തലപ്പത്ത് ഇരിക്കുവാൻ യോഗ്യനാണോ ആ മന്ത്രി എന്ന് അദ്ദേഹം തന്നെ ആത്മപരിശോധന ചെയ്യട്ടെ. നമ്മൾ വിമർശിക്കുകയല്ല, അദ്ദേഹത്തിന്റെ ആത്മപരിശോധന ചെയ്യട്ടെ. ഇത്രയും വലിയ വിഷയങ്ങൾ ഈ കേരളത്തിലുണ്ടാവും. ഇപ്പൊ എന്താ ഞങ്ങളതിനെ രാഷ്ട്രീയവൽക്കരിച്ചു, നമ്മൾ എല്ലാത്തിനും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു. എന്താണ് അവിടുത്തെ CPM സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ നിലപാട് എന്താ? സ്വരാജ് അങ്ങനെ അതിനകത്തൊരു രാഷ്ട്രീയവൽക്കരണം ഉണ്ടായിട്ടില്ല. അവിടെ ഇന്ന് ഇവിടെ വനംവകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന പറയുന്നു, ഇതിനെ പിന്തുണച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്നു, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു വിഷയത്തെ പിന്നെ വഴിതിരിച്ചു വിടാമോ? ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അവിടെ CPM സ്ഥാനാർത്ഥി പറഞ്ഞ നിലപാട് എങ്കിലും അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ആർജവത്വം CPM അല്ലെങ്കിൽ ആ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി കാണിക്കണം എന്നാണ് എനിക്ക് ഇതിനകത്ത് അഭ്യർത്ഥിക്കുന്നത്. എന്തിനും രാഷ്ട്രീയമായി മാത്രം കാണാതെ ഇവിടെ CPM ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് രാധയുടെ ഒക്കെ സംഭവം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കാം. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസൊക്കെ നമുക്കറിയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM എത്രമാത്രമാണ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത്. എനിക്ക് ആ ഒരു ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ പാലക്കാട് ഇവിടെ നീല സ്യൂട്ട് കേസ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ, ട്രോളി വിവാദമൊക്കെ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് മിനിറ്റുകൾക്കകം അവിടെ CPM ആളുകൾ തടിച്ചുകൂടിയതും എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഇത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജനകീയ നിഷേധമാണ്. ഇപ്പോൾ എന്താ അവിടെ ഈ പറയുന്ന വനംവകുപ്പ് മന്ത്രി കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുക. അദ്ദേഹത്തിന് ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന, അദ്ദേഹം വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. ശരി, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഒരു രാഷ്ട്രീയ വടംവലിയാണ് നടക്കുന്നത്. ഒരു മരണത്തിന്മേൽ ആരോപണം ഉന്നയിക്കുന്നു, അതിന്മേൽ തിരിച്ച് പ്രത്യാരോപണം ഉന്നയിക്കുന്ന സർക്കാർ. എന്തായാലും എന്താണ് തുടർ നടപടി എന്നുള്ളത് ഇപ്പോഴും അന്യമായി തന്നെ നിൽക്കുകയാണ്. കാരണം കാര്യക്ഷമമായ ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവൻ പൊലിഞ്ഞ നിരവധി മനുഷ്യരുണ്ട്. അപ്പോൾ താൽക്കാലികമായി പ്രാദേശികമായി ഉണ്ടാകുന്ന ചില രോഷങ്ങളെയൊക്കെ താൽക്കാലം എന്തെങ്കിലും പറഞ്ഞൊന്ന് തണുപ്പിച്ച് വീണ്ടും അതേ നിലപാടിലേക്ക് തന്നെ പോകുന്ന ഒരു സർക്കാർ സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് ഒരു അറുതി വേണം എന്നുള്ളത് ഓരോ ജനതയും അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഓരോരുത്തരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എങ്ങനെ നമുക്കിതിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ്. കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇനിയും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയല്ലേ? രോഹിണി, തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. എന്തിലും ഏതിലും രാഷ്ട്രീയം തിരയുമ്പോൾ വഴിക്കടവിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പ്രയാസമാണ്, ജീവിത പ്രശ്നമാണ്. ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഏറെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന 10ാം തരത്തിൽ പഠിക്കുന്ന ജിത്തു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു വിദ്യാർത്ഥിയാണ്. ആ കുടുംബത്തിന്റെ മാറാവേദന, അത് ആ കണ്ണീരിന്റെ മുമ്പിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ കേന്ദ്രമന്ത്രി പറഞ്ഞ വാക്കുകളിൽ അന്വതയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. നോക്കൂ, വഴിക്കടവ് നിലമ്പൂർ മേഖലയിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ ആളുകൾ കൊല്ലപ്പെട്ടത് മനുഷ്യമൃഗങ്ങളുടെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെയാണ്. കാട്ടാനയും കടുവയും കൊന്നതിനേക്കാളും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത് ഈ തരത്തില് വന്യമൃഗ മാംസത്തിനു വേണ്ടി കൊതിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളിൽ നിന്നും കൃഷി രക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട കർഷകർ. ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്യത്തില് എന്റെ 2 പ്രതികളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ 2 കൂട്ടരും ഇതിൽ പ്രതിയല്ലേ? വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവന് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? അവിടെ ഇറങ്ങിയിരുന്ന ഈ കാട്ടുമൃഗങ്ങൾ, പന്നിയെപ്പോലുള്ള ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ബാധ്യത ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവർക്കും ആ വാർഡ് മെമ്പർക്കുമില്ലേ? അത്തരത്തിൽ ഉണ്ടായിരുന്ന നിരന്തരമായ ആരോപണങ്ങൾ നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇതിന് കൃത്യമായ ഉത്തരവാദിത്വമില്ലേ? വൈദ്യുതി വകുപ്പിന് അവരുടെ വൈദ്യുതി മോഷണത്തെക്കുറിച്ചും ഏത് രീതിയിലാണ് അവിടെ ഇത്തരം കെണിയൊരുക്കുന്നത് എന്നും നാട്ടുകാർ നിരവധി തവണ പുറത്തു പറഞ്ഞപ്പോൾ ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന മെമ്പർക്ക് പോലീസിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നും വിദ്യുത് ശക്തി വകുപ്പിൽ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാനും അവരെ കൊണ്ട് നടപടിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ?
നിലവിലുണ്ടായിരുന്ന MLA, അദ്ദേഹം കുറച്ചു കാലം ഇടതുപക്ഷമായിരുന്നു, അല്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ? വനം വകുപ്പ് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലേ? നമ്മൾ തമ്മിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, 2021 കേന്ദ്ര സർക്കാർ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനം വന്യജീവി സംഘർഷം നടക്കുന്ന സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ചില നടപടികൾ ആരംഭിക്കണം. ജില്ലാതലത്തിൽ ജനകീയ സേന ഉണ്ടാക്കണം. അവരുടെ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുക്കണം. ഈ തരം മേഖലകളിൽ നഗരാതിർത്തിയിലും ഗ്രാമാതിർത്തിയിൽ അപ്പുറത്തും വനത്തിനപ്പുറത്തും ജീവിക്കുന്ന നിങ്ങൾക്കുമൊന്നും എനിക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് വനാതിർത്തി ഗ്രാമങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായോഗികമായ എന്ത് നടപടികൾ എടുക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ജനങ്ങളുടേതായ ഒരു പ്രതിരോധ സേന ഉണ്ടാക്കണം. ജില്ലാതല അവലോകന സമിതികൾ ഉണ്ടാക്കണം. അവർ സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനും കൃത്യമായ അറിയിപ്പുകൾ നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ആവിഷ്കരിക്കുക മാത്രമാണ് ഇതിലുള്ള പ്രതിസന്ധി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് 2 ദിവസം ചർച്ച ചെയ്യും. നോക്കൂ, ഇതേ പഞ്ചായത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഒരു തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചത്. അന്നും നമ്മൾ കുറച്ച് ആളുകൾ ചില ചർച്ചയൊക്കെ നടന്നു, അവിടെ ഒതുങ്ങിപ്പോയി. ചിലരുടെ കുടുംബത്തിന് സഹായം നൽകാമെന്ന് പറഞ്ഞു. ഇന്നേ വരെ ആ കുടുംബത്തിന് ഒരാൾക്ക് ജോലി നൽകാമെന്ന് പാലിക്കപ്പെട്ടിട്ടുണ്ടോ? 10 വർഷം മുമ്പ് മത്തായി എന്ന് പറയുന്ന മറ്റൊരു കുടിയേറ്റ കർഷകൻ ഇവിടെ ഇതേ രൂപത്തിൽ കൊല്ലപ്പെട്ടു. അന്നും വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാർ പ്രകടനം നടത്തിയിരുന്നു. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ചില ബഹളവും ഒക്കെ തൽക്കാലം നടക്കും. ശങ്കരൻ ഇത് കഴിഞ്ഞാൽ വീണ്ടും തെങ്ങിൽ തന്നെ കിടക്കും. നോക്കൂ, കാട്ടുപന്നിയെ കൊന്നാൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുകയാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും ഇതിനകത്തൊരു പ്രേരണയില്ലേ? ഈ തരത്തിൽ കൊല്ലപ്പെടുന്ന മൃഗങ്ങളെ ഏത് രീതിയിൽ സംസ്കരിക്കണം, അത് മനുഷ്യന് ഭക്ഷിക്കാനുണ്ട്, നാളെ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അധികാരികൾ കണ്ണടയ്ക്കാതെ വിദ്യുച്ഛക്തി വകുപ്പും പോലീസ് സേനയും അവിടുത്തെ വനം വകുപ്പും കണ്ണടയ്ക്കാതെ, അവർ കണ്ടില്ലെന്ന് നടിക്കാതെ കേരളം പോലെ ഇത്തരം സംസ്ഥാനത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായ ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവരാണ് 1-ാം പ്രതി. ആ വാർഡ് മെമ്പർക്ക് ഇതിനകത്ത് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പോലീസിലും വിദ്യുച്ഛക്തി വകുപ്പിലും സമ്മർദ്ദം ചെലുത്തുന്നതിൽ പരാജയപ്പെട്ടു. സ്ഥലം MLAക്ക് അതിൽ കുറ്റകരമായ പങ്കാളിത്തമുണ്ട്. അദ്ദേഹത്തിന്റെ നിഷ്ക്രിയത്വമാണ് 3-ാമത്തേത്. വനം വകുപ്പിന് ഇതിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അതിർത്തിയിൽ വേലികൾ, കിടങ്ങുകൾ മുതലായവ പണി കഴിക്കുന്നതിന് വേണ്ടി കൃത്യമായി വാങ്ങിക്കൂട്ടിയ തുക വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാനല്ല. ഇക്കഴിഞ്ഞ ജൂലൈ 2024 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അക്കമിട്ട് പറയുന്നു, എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വന്യജീവി മനുഷ്യ ആക്രമണങ്ങൾ, സംഘർഷങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ ഉണ്ടാകുന്നു? അവയുടെ ഫെൻസിങ്ങിന്റെ കാര്യത്തിലും കിടങ്ങുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അത് സംരക്ഷിക്കുന്ന കാര്യത്തിലും ഫണ്ട് വാങ്ങിയെടുക്കുക, അത് വഴിമാറ്റി ചെലവഴിക്കുക എന്നതിനപ്പുറത്തേക്ക് കേരള സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയും വിദ്യുച്ഛക്തി വകുപ്പ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വനം കയ്യേറിയതും, അങ്ങനെ കയ്യേറിയ ഭൂമിക്ക് പകരമായി പാവപ്പെട്ട കർഷകരുടെ ഭൂമിയിലേക്ക് പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാർ പോകുന്നതും, ഈ തരത്തിൽ ജനങ്ങൾക്കൊപ്പമല്ല സർക്കാർ, ജനങ്ങൾക്കൊപ്പമല്ല ജനപ്രതിനിധികൾ. ഭരിക്കപ്പെടുന്നവരും ഭരിക്കുന്നവരും 2 തട്ടിലാണ്. അവർ ഇത്തരം വിലാപങ്ങൾ താൽക്കാലികമായി ഉയർത്തുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വഴിക്കടവിലെയും പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന വനാതിർത്തി പങ്കിടുന്ന നിലമ്പൂരിലെ മേഖലകളിൽ അതിസങ്കീർണമായ ജീവിത സാഹചര്യമാണ്. കാട്ടാനയും കടുവയും കാട്ടുപന്നിയും മാനും അവരുടെ നിത്യജീവിതത്തിൽ കർഷക വൃത്തി അന്യമാക്കിയിരിക്കുന്നു. അവർ കൃഷി ഉപേക്ഷിച്ചു പോകുന്നു. ഇപ്പോഴിതാ അങ്ങനെ നഷ്ടത്തിൽ വന്ന കർഷകരാകാം ഒരുപക്ഷെ, അവരിപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പരോക്ഷമായ പിന്തുണയോടെ മാംസക്കച്ചവടത്തിന് വലിയ ഡിമാൻഡാണ് സത്യത്തില്. ഉത്തരവാദി ആരാണ് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് കർഷകരെ സംരക്ഷിക്കണം എന്ന് മുറവിളി കൂട്ടുന്നവർ, എന്നാൽ ഈ കർഷകരെ സംരക്ഷിക്കാനെന്നുള്ള വ്യാജേന ഇത്തരത്തിൽ ഈ വൈദ്യുതി വേലി കമ്പിയൊക്കെ സൃഷ്ടിക്കുകയും തുടർന്ന് അതിൽ പിടികൂടുന്ന കാട്ടുപന്നികളെ എന്ത് ചെയ്യുന്നത് എന്നുമുള്ള അടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. റെജി ലൂക്കോസ്, ഇതിന് കാരണക്കാരായവരെ കണ്ടെത്തുമ്പോൾ ചില ചോദ്യങ്ങളും കൂടി വരുന്നുണ്ട്. അതായത് ഈ കാരണക്കാരായവർക്ക് ഒത്താശ നൽകിയവർ ആരൊക്കെ എന്നുള്ളതാണ്.
നിരന്തരമായി വൈദ്യുതി മോഷണം നടക്കുന്നു എന്നുള്ളത് പ്രദേശവാസികൾ KSEBയെ അറിയിച്ചിട്ടും അവർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ല എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പഞ്ചായത്തിനടക്കം ഇതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം അപകടകരമായ രീതിയിൽ കാട്ടുപന്നികൾ പെരുകുകയും അത് ജീവനും സ്വത്തിനുമൊക്കെ ഹാനികരമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നിലവിൽ നിയമനിർമ്മാണമുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് അതിലെന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു? ഇതൊക്കെയാണോ ഇത്തരത്തിലുള്ള ഈ നായാട്ട് സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നത്? രാത്രികാലങ്ങളിൽ ഇവയെ ഇങ്ങനെ വലയിട്ടും വൈദ്യുതി കമ്പേലി വെച്ചുമൊക്കെ പിടികൂടുക, മാംസം ഉപയോഗിക്കുക, ഇതിലോട്ടൊക്കെ നയിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളതാണ്. പാവം 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവനാണ് ഇതിൽ പൊലിഞ്ഞത്. പക്ഷേ യഥാർത്ഥ ഉത്തരവാദികൾ ഇപ്പോഴും മാറി നിൽക്കുകയല്ലേ? അത് രാഷ്ട്രീയക്കാരായാലും പഞ്ചായത്തായാലും KSEB ഉദ്യോഗസ്ഥരായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരായാലും ഇവരെല്ലാവരും പക്ഷേ ഈ പ്രതിപട്ടികയിലേക്ക് വരേണ്ടവരല്ലേ? രോഹിണി, വാസ്തവത്തില് ആ കുഞ്ഞിന് മൃതദേഹം ആ വീട്ടിൽ കണ്ണീർ കടലിൽ ഒരു വലിയ ജനസമൂഹത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് കിടക്കുക. അതുകൊണ്ട് മനസാക്ഷി ഉള്ള ഒരാൾക്കും ഈ കാര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ സമയം പറയാനായിട്ട് എന്നെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. വസ്തുക്കൾ മാത്രമേ അതിനകത്ത് പറയത്തുള്ളൂ. രോഹിണിയുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ മാഷ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ മാഷോടും ബഹുമാനപ്പെട്ട റോണിക്ക് തോമസിനോടും ഒറ്റ ചോദ്യം ചോദിക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് 1947 1972 ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത വനനിയമം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് കേരളത്തിൽ കേരളം പിന്നെ ഒന്നാകെ കേരളമായ ആ സമയത്ത് കേരളത്തിൽ ഒരല്പസമയത്തിനധികം നമ്മുടെ വനവിസ്തൃതി എന്ന് പറഞ്ഞത് പിന്നെ കേരളത്തിന് മൊത്തം ഭൂമിയുടെ 12% മാത്രമായിരുന്നു. ഇപ്പൊ അത് 31%. ഇതെല്ലാം കൃത്യമായ കണക്കോടെ ഡേറ്റയാണ് സംസാരിക്കുന്നത്. അതായത് കേരളത്തിന് 1/3 വനമാണ്. ഈ വനനിയമത്തിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ഈ വനനിയമത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ജീവിയെ പോലും കൊല്ലാൻ പാടില്ല. വനത്തിന്റെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പോളിസി എന്ന് പറയുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ആരാ? ജനങ്ങളാ. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാ? പോപ്പുലേഷന്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജനങ്ങളാ. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഭീതിയിലാഴ്ത്തിയ മറ്റൊരു റിപ്പോർട്ടുണ്ട്, ഗാഡ്ഗിൽ കസ്തൂരിരംഗ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ 1 കിലോമീറ്റർ ബഫർ സോൺ ആക്കണം എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള വനാന്തരത്തിൽ നിന്നും 1 കിലോമീറ്ററോട് ബഫർ സോൺ ആക്കണം എന്ന് പറഞ്ഞു. ആ നിർദ്ദേശത്തിന് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി പോലുള്ള ടൗണുകൾ വനമായി മാറും. അവിടെ ജനങ്ങൾ എവിടെയെങ്കിലും പോകണം. 3/1 സ്ഥലം ഇതാണ്. പക്ഷെ 2011 കേരളത്തിൽ അധികാരത്തിലേറിയ കോൺഗ്രസ് സർക്കാരിന്റെ മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന്റെ ശരി തെറ്റെന്ന് എനിക്കറിയത്തില്ല. VD സതീശൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും 6 MLA കൂട്ടിക്കൊണ്ട് ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിനകത്ത് പിന്നെ നമ്മുടെ ഹൈബിയുടെ ഇപ്പോഴത്തെ MP ഉണ്ട്, BT ബലറാം ഉണ്ട്, KM ഷാജിയെ പോലുള്ള 6 പേരുടെ ഒരു സംഘം. അവരുടെ ആവശ്യം എന്താണെന്ന് രോഗിക്ക് അറിയാമോ? അത് ആവശ്യം ചുമ്മാ പറഞ്ഞില്ല. നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് കേരളം മുഴുവനും പ്രക്ഷോഭമായിട്ട് നടന്നു. അത് 1 കിലോമീറ്റർ എന്നുള്ള 9 കിലോമീറ്ററെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അതായത് കേരളം ഏതാണ്ട് പകുതിയിൽ കൂടുതൽ വനമാകും. ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും? അങ്ങനെ വാചകടിച്ച് കേരളത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണം, 9 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ ആ 5 വർഷക്കാലം പ്രക്ഷോഭ പരമ്പര നടത്തിയ ആളുകളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ലജ്ജ തോന്നുവാണ്. ഇവരൊക്കെയാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിന് ഈ കള്ളിങ് എന്ന് പറയുന്ന ലോകത്ത് എവിടെയുള്ള രാജ്യങ്ങളിൽ, അതായത് കള്ളിങ്ങിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ വന്യജീവികൾ ക്രമാതീതമായിട്ട് അത് പെരുകുമ്പോൾ അതിന്റെ വർധനവ് നിയന്ത്രിക്കാനായിട്ടുള്ള ഹണ്ടിങ്ങിനാണ്, വേട്ടയാടലിനാണ് കള്ളിങ് എന്ന് പറയുന്നത്. അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കാരണം ജനങ്ങൾക്കാണ് 1 സ്ഥാനം കിട്ടേണ്ടത്. പക്ഷെ ഈ രാജ്യത്ത് നടത്തുന്നുണ്ടോ? കേരളത്തിലെ പ്രത്യേകിച്ച് കേരളമാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഈ വനവുമായിട്ട് അടുത്ത് 1.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഏക സംസ്ഥാനം ഈ രാജ്യത്ത് കേരളം മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നിയമം മാറ്റിയെഴുതാത്ത? ഒറ്റ ഉദാഹരണം ഞാൻ ജയേന്ദ്ര മാഷിനോട് പറയാം. നമ്മുടെ 3-4 മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മാനന്തവാടി സമീപം ഒരു പാവ കുടുംബിനി അവരുടെ കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് കടുവ കടിച്ച് അതിനെ ആ ശരീരത്തിന്റെ മുക്കാലും ഭാഗം ഭക്ഷിച്ചു. സത്യത്തിൽ അത് കണ്ട് കരയാത്ത മനുഷ്യനുണ്ടോ? മനുഷ്യനെ പിടിച്ചു കൊല്ലുന്നു. അതിന്റെ 10ാമത്തെ ദിവസം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വന്നു. അദ്ദേഹം വേറൊരു ആവശ്യമായിട്ടാ വന്നേ. മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനോട് ചോദിച്ചു,
ഈ വനനിയമത്തിൽ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് എന്ത് നിയമഭേദഗതി കൊണ്ടുവരുന്നു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഈ ജോർജ് കുര്യനൊക്കെ അന്നും കേരളത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് ബോർഡുകാരുടെ നാട്ടുകാരുടെ സുഹൃത്തു കൂടെയാ. പറഞ്ഞ ഒരു ഭേദഗതിയും വരുത്തിയെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു പേ പിടിച്ച പട്ടിയെ പോലും കൊല്ലാൻ ഈ നാട്ടിൽ പറ്റത്തില്ല, നിങ്ങൾ ജയിലിൽ പോകും. ഇതെന്തൊരു നാടായത്? അതിനെങ്ങനെയാണ് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ചോദ്യം, ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റും? കേരള സർക്കാർ എന്ന വനത്തിന്റെ അധിപൻ അത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ ആ നിയമം ഒരൊറ്റ ഓർഡറിലൂടെ തിരുത്താവുന്നേ ഉള്ളൂ. ഇതിന്റെ പെരുപ്പ് ഇതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇപ്പം ഈ വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊന്നു കൊടുക്കുമ്പോൾ ഇതിനെ വെടിവെച്ച് കൊല്ലണം കുറെ എണ്ണത്തിലെന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഇപ്പൊ കത്ത് കൊടുത്തിരിക്കുക. സുപ്രീം കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. അപ്പൊ മനുഷ്യജീവന് തെല്ല് പോലും വിലയില്ലാതുകൊണ്ട് മൃഗങ്ങൾക്ക്, തെരുവ് പട്ടികൾക്ക് മാത്രം പ്രാധാന്യമുള്ള ഒരു നാട്ടിൽ ഈ രീതിയിൽ നമ്മൾ ആരോപണ പ്രത്യാരോപണം നടത്തി ഇതിന്റെ യഥാർത്ഥ അധികാരികൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം ഒരു സംസ്ഥാന സർക്കാരിനെ വിരൽ ചൂണ്ടുന്നതിന് വൈരുദ്ധ്യം എന്റെ ഈ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒന്നുകൂടെ ഒരു കാര്യം പറയാനുള്ള സമയം കിട്ടണം. നമ്മുടെ നാട്ടിൽ നിത്യേന എന്നോണം വന്യമൃഗങ്ങൾ മനുഷ്യരെ വേട്ടയാടുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടിയിട്ടല്ല, മൃഗങ്ങൾക്ക് വേണ്ടി രാത്രികാല ഗതാഗതം നിരോധിച്ചിട്ടുള്ള ഈ രാജ്യത്തെ ഏക പ്രദേശം കേരളമാണ്. പിന്നെ ബന്ദിപ്പൂർ വഴിയുള്ള ആ റോഡും മുത്തയ്ക്ക റോഡും. അതെന്താ, ഒരു കളക്ടറുടെ ഒരു മനുഷ്യനുമായിട്ടുള്ള സംവാദത്തിൽ വന്ന കലിപ്പ് കൊണ്ട് അയാൾ ഓർഡർ ഇട്ടതാ. അതിപ്പോൾ സുപ്രീം കോടതി നടക്കും. നിങ്ങൾ ലോകത്തിൽ എവിടെയും ഇത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഒരു ഉദാഹരണം പറയാം. സ്വിറ്റ്സർലൻഡിൽ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ അതിലെ ഫ്രോഗ്, അതായത് തവളകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് രാത്രിയിൽ ഒരു ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്തി തവളകൾ ക്രോസ് ചെയ്യുന്നുണ്ട്, വാഹനം നിർത്തണം. ഞാൻ നേരിട്ടുണ്ട്, കൗതുക. അങ്ങനെയുള്ള എന്തെങ്കിലും സമരം ചെയ്തു കൊടുത്താൽ പോരെ? ഈ നാട്ടിലെ പൗരന് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരോട് പറയാൻ പറ്റും? കുറ്റവാളികൾ ആരാ? കുറ്റവാളികൾ നിയമം കൊണ്ടുവന്നവരാ, ഈ നിയമം കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാ. ഇതിനെ എങ്ങനെയാണ് ജനങ്ങളെയും മനുഷ്യ മൃഗങ്ങൾ എന്നൊക്കെ പറയുന്ന ജോർജ് കുര്യനോട് എനിക്ക് സങ്കടം തോന്നുന്നു, സഹതാപം തോന്നുന്നു. അതേ ആ വാക്ക് ഉപയോഗിക്കുമോ? അദ്ദേഹം ഡൽഹി ചെന്നിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി മോദിജിയോട് പറഞ്ഞെടുത്ത് ഈ നിയമം മാറ്റുന്നത് മനുഷ്യരെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ഈ വാചകടിയും ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കാവുന്ന ജനമല്ലേ ഈ രാജ്യത്തുള്ളത്? ശരി ഗൂഗിളുള്ള സംവിധാനം ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങനെയാണോ ഇവിടെ കേരള സർക്കാർ മാത്രം എങ്ങനെ ഉത്തരവാദിയാകുന്നു എന്നാണ് ചോദ്യം? നമ്മൾ ബഹുമാനിക്കുന്ന അത്യാവശ്യം വായിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് റെജി ലൂക്കോസ് എന്നാണ് എന്റെ വിശ്വാസം. ചർച്ചയിൽ വന്ന് പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത, നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കളമാണെന്ന് ഞാൻ ഡാറ്റ സഹിതം പറയും. ഞാൻ റെജി ലൂക്കോസിന്റെ മുമ്പാകെ കൊണ്ടുവയ്ക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈയിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ട ആധികാരികമായ കണക്കാണ്. താങ്കൾ ശ്രദ്ധിക്കുക, 1950 ഇന്ത്യ രാജ്യത്ത് 1811.35 ചതുരശ്ര കിലോമീറ്റർ വനഭൂമി ഉണ്ടായിരുന്നു. അത് 12%. ഇത് 30% എന്ന് താങ്കൾ പറഞ്ഞത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് സർ? 2021 അത് 1811 നിന്നും കുറഞ്ഞ് 863.86 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. 12% ഉണ്ടായിരുന്ന 1811 നിന്ന് 1000ഓളം ചതുരശ്ര കിലോമീറ്റർ കുറഞ്ഞ് അത് വെറും 863 ആകുമ്പോൾ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ ചർച്ചയിൽ വന്ന് ഇങ്ങനെ കളവ് പറയുന്നത് എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട്. രണ്ടാമത്, താങ്കൾ പറഞ്ഞു ഈ നിയമം ഉള്ളതാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തടസ്സമെന്ന്. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് റെജി ലൂക്കോസ് ഒറ്റ ചോദ്യം ചോദിക്കും. അല്ല സർ, 1972 ഉണ്ടാക്കിയ നിയമം നിങ്ങളും കൂടി കേന്ദ്രത്തിൽ കുറെ കാലം പങ്കാളിയായിരുന്നല്ലോ. അന്ന് എന്തേ ആ നിയമം ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്താനും? വേണ്ട, നമുക്കത് വിട്ടുകളയാം. ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ആധികാരികവും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ റെജിയോട് പറയുന്നു, വയനാട്ടിൽ ഒരു പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് കാട്ടാന വന്നപ്പോൾ അവിടുത്തെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നു. റെജി ലൂക്കോസിന് അറിയുമോ? മാരാ പാണ്ഡ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത് സർ. ആ ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു, വെടിവെച്ച് കൊന്നു. എന്തേ അദ്ദേഹത്തെ തൂക്കിലേറ്റിയില്ല? താങ്കൾ ഇവിടെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി, താങ്കൾ ഈ പറഞ്ഞ രാധയെ കൊന്ന കേസിലായിരുന്നില്ല, അതിനു മുമ്പ് മാനന്തവാടി ബിഷപ്പ് ഹൗസിന് അണിയത്തുണ്ടായിരുന്ന കേസിൽ കേന്ദ്രമന്ത്രി വന്നിരുന്നു. ഞാനും ഉണ്ടായിരുന്നു മന്ത്രി അനുഗമിച്ചുകൊണ്ട്. അന്ന് വളരെ കൃത്യമായിട്ട് റെജി ലൂക്കോസ് കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മാധ്യമ പ്രവർത്തകരെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും കർണാടകയുടെയും തമിഴ്നാട്ടിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും സാന്നിധ്യത്തിൽ വനംവകുപ്പ് മന്ത്രി കൃത്യമായി വിവരിച്ചു. വനം നിയമങ്ങൾ കാട്ടിനുള്ളിലാണ്.
വനനിയമം ലംഘിച്ചുകൊണ്ട് പുറത്തു വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ നിയമത്തിൽ തന്നെ ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആ പറഞ്ഞതിൽ ഒരു എതിർത്തൊരു വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത്? അന്ന് നിങ്ങളുടെയും കൂടെ MP-മാരുണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു ആ യോഗത്തിൽ, കലക്ട്രേറ്റിലെ യോഗത്തിൽ. അതിൽ ഞങ്ങൾ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും പ്രതിഷേധം ഉയർത്തിയില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കാട്ടിലെ ഒരു ചെറിയ ജീവിയെ പോലും വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല, നിയമം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ കേരള ഗവൺമെന്റിന് ഗ്രാമപഞ്ചായത്തിന് അധികാരം കൊടുക്കുന്ന നിയമം എവിടുന്ന് വന്നു? അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്. ജോർജ് കുര്യന്റെ പദം ശരിയല്ലേ? ഇന്ന് കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതിയെ കുറിച്ച് റെജി ലൂക്കോസ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം മനുഷ്യ സ്നേഹിയാണ് എന്നാണോ? പാവപ്പെട്ട 15 വയസ്സുകാരനെ ഇത്ര ക്രൂരമായ മരണത്തിലേക്ക് തള്ളിവിട്ട് വൈദ്യുതി മോഷ്ടിച്ച് കാട്ടുപന്നിയെ മാംസ വിൽപ്പനയ്ക്ക് വേണ്ടി കൊന്നു. നിങ്ങളുടെ ചാനലുകൾ തന്നെ, പോലീസ് തന്നെ പുറത്തുവിടുന്ന കണക്കാണിത്. ഇവരെന്ത് പേരാണ് ജോർജ് കുര്യനും നിങ്ങളും ഞാനും വിളിക്കേണ്ടത്? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ഗവൺമെന്റ്. മാത്രമല്ല, CAG പറയുന്നു, നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ്. വന നിയമത്തെക്കുറിച്ചും വനത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു കഷണം വനം പോലും നഷ്ടപ്പെടാതെ, ഒരു ചെറിയ ചുരം പോലും ഇല്ലാതെ, ഒരു കൊടും വളവില്ലാതെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്ന് പറയാൻ തുടങ്ങിയതാ. കേന്ദ്രത്തിന്റെ മന്ത്രി വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പൂഴിത്തോട് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം റെജി ലൂക്കോസ് ഞങ്ങൾ ഉന്നയിച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് പരിവേഷം എന്ന് പറയുന്ന സൈറ്റിൽ എടുത്തു നോക്ക്. അതിനെക്കുറിച്ച് കേരള ഗവൺമെന്റ് ഒരു അറിയിപ്പെങ്കിലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഒരു കാര്യം തർക്കമാണ്. നമുക്ക് വലിയ സൂപ്പർ എക്സ്പ്രസ് ഹൈവേകൾ ഉണ്ടാക്കണം, അതിവേഗ റെയിൽവേ പാത വേണം, തുരങ്കപാത വേണം. അതിനപ്പുറത്തേക്ക് പ്രകൃതിക്കും മനുഷ്യനും എളുപ്പത്തിൽ ചെയ്യാവുന്നതൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മളിപ്പോഴും വന നിയമത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മാരാപാണ്ഡ്യനെ പോലെ ഉത്തരവാദിത്തമുള്ള കലക്ടർമാർക്ക് ജനങ്ങൾക്ക് ഭീഷണിയായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടാനുള്ള ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും കാണിച്ചപ്പോൾ അത് വിജയം കണ്ടു. ഇപ്പോൾ കേരളത്തില് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടർമാരെ സർക്കാർ നിശ്ചയിക്കുന്നു. റെജി ലൂക്കോസെ, ഇനി അർത്ഥം എന്താ? വേണമെങ്കിൽ ചക്ക വേരിനും കായ്ക്കും. അതല്ല, സ്വന്തം ഉത്തരവാദിത്വം ഒളിച്ചോടി ഭീരുക്കളെ പോലെ ചുമതല വഹിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല പണിയായുധം കുറ്റം പറയുന്നവൻ നല്ല പണിക്കാരനല്ല എന്നതുപോലെ തന്റെ പണിയായുധത്തെയും തന്റെ കേന്ദ്ര നിയമത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ നീർപോകാം. പകരം നഷ്ടപ്പെടുന്നത് എന്താ? നിങ്ങളുടെയും എന്റെയും കൂടപ്പിറപ്പുകൾ, 15 വയസ്സുള്ള കുട്ടികൾ, താങ്കൾ നേരത്തെ പറഞ്ഞ രാധ, ഇതേ വഴിക്കടവിൽ നേരത്തെ കൊല്ലപ്പെട്ട കർഷക തൊഴിലാളി, അതിനു മുമ്പ് കൊല്ലപ്പെട്ട മത്തായി, ഇവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് കേന്ദ്രം അത് ചെയ്യണം മറ്റത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ തയ്യാറില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്താ മടി? കേരള പോലീസ് എന്ത് നടപടിയെടുത്തത്? വിദ്യുച്ഛക്തി വകുപ്പ് മോഷ്ടിക്കുന്നതിന് വിദ്യുച്ഛക്തി ലൈൻമാൻമാർക്കും അതിനുള്ള വിജിലൻസ് സെല്ലിനും എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അറിയാഞ്ഞിട്ടാണോ? വഴിക്കടവ് നിവാസികൾ പറയുന്നു ഞങ്ങൾ പരാതി കൊടുത്തു എന്ന്, ഞങ്ങൾ പോലീസിനെ അറിയിച്ചു എന്ന്. മോഷണം പതിവാണ്, കാട്ടുജീവികളുടെ മാംസ വിൽപ്പനയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് കണ്ണടച്ചും ചെവി പൊത്തിപ്പിടിച്ച് ഞങ്ങൾ ഈ നാട്ടുകാരെയല്ല കണ്ണും കാതും അടച്ച് തന്റെ വൈകല്യങ്ങളെ മറച്ചു വെക്കുന്നതിന് കേന്ദ്ര നിയമത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുന്ന അർത്ഥമുണ്ടോ? റെജി ലൂക്കോസെ, ഒരു കാര്യം ശക്തമാണ്. എന്തേ ഈ കർഷക തൊഴിലാളിയുടെ മരണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പില്ലാത്തത് കൊണ്ട് ആരും ബഹളം ഉണ്ടാക്കിയില്ല? എന്തിനാ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും. ആ മനുഷ്യന്റെ കൊലയ്ക്ക് ഉത്തരവാദിയായ അന്നത്തെ വൈദ്യുതി ഷോക്കിന് എന്ത് നടപടി സംസ്ഥാന ഗവൺമെന്റ് എടുത്തു എന്ന് റെജി ലൂക്കോസ് വ്യക്തമാക്കുമോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കർഷക തൊഴിലാളി ഇതേ ദുരന്തമുണ്ടായപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ത് അവാർഡാണ് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സംസ്ഥാനം എടുത്തിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഇതൊക്കെ പറയാതിരിക്കുകയും ഇതൊക്കെ മറച്ചു വെക്കുകയും ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും തൽക്കാലം ഇത്തരം ചാനലിൽ വന്നിരുന്നിട്ട് കള്ളക്കണ്ണീര് പൊഴിക്കുകയും അസത്യങ്ങൾ പറയുകയും ചെയ്യുന്നത് കൊണ്ട് കേരളം കാര്യമല്ല. ഒന്നുകൂടി, ഇന്ത്യ രാജ്യത്തെ വനനിയമം എല്ലായിടത്തും ബാധകമല്ലേ? എന്തേ ഇവിടെ തന്നെ CAG പറയുന്നു 2017 2021 30,000 വനം വന്യജീവി സംഘർഷമാണ്, മനുഷ്യ സംഘർഷമാണ് കേരളത്തിൽ ഉണ്ടായത്. 445 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ശരാശരി സംസ്ഥാനത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ സംഘർഷം ഉണ്ടാകുന്ന ഇവിടെയാണ്. വീണ്ടും കൺട്രോൾ ആൻഡ് വാട്ടർ ജനറൽ പറയുന്നു, വനം അല്ലെങ്കിൽ ടൈഗർ എലഫന്റ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി CSS, IDWH ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്സ്, അതിനു വേണ്ടിയുള്ള വർഷാവർഷങ്ങളിൽ പണം കൃത്യമായി എഴുതിയെടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് വലിയ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്.
ഇത്തരം വന്യജീവികൾക്ക് ആവശ്യമായ പ്രോജക്റ്റുകൾ അവരെ ഇറക്കുന്നതിനും സംരക്ഷിക്കുന്ന നിലനിർത്താനും ആവശ്യമായ കുടിവെള്ളം, തീറ്റ, ഫെൻസിങ്, കിടങ്ങ് കുഴിക്കൽ, വന്യജീവികളെ കാട്ടിൽ തന്നെ നിർത്താൻ ആവശ്യമായതും അവരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനും വേണ്ടിയുള്ള വിനിയോഗിക്കേണ്ട പദ്ധതികളൊക്കെ നടത്തുന്നില്ല. വനം വകുപ്പിൽ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും കൂടി ഉയരുന്ന ചോദ്യം, അതായത് എന്ത് നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആവശ്യത്തിന് കിടങ്ങുകളോ ഫെൻസിങ്ങോ ഒന്നും ചെയ്യാതെ സർക്കാർ ഇങ്ങനെ ഓരോ പ്രാവശ്യവും മുതലക്കണ്ണീർ പൊഴിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ള വിമർശനം കൂടി വരുന്നുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ പി പ്രസാദിന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമാകുന്നുണ്ട്. അതായത് കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യം ഒഴിവാക്കാൻ കൃഷിവകുപ്പ് ഇതുവരെ 50 കോടിയോളം രൂപ ചിലവഴിച്ചുവെന്നാണ് മന്ത്രി പി പ്രസാദ് പറയുന്നത്. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ AI സഹായത്തോടെയുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തും. ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി കഴിഞ്ഞുവെന്നും മന്ത്രി പറയുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് എത്താം. കാലങ്ങളായി കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് വനംവകുപ്പ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷിവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമല്ല ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതോടകം ഏതാണ്ട് 50 കോടിയോളം രൂപ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കാൻ കൃഷിവകുപ്പിനെ കൊണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ കിട്ടുന്നിടത്തുനിന്നെല്ലാം സഹായം ലഭ്യമാക്കിക്കൊണ്ടാണ് ആ തരത്തിൽ അതിനുവേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായത്. അത് വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായിട്ടാണ് അത് നൽകിയത്. കാരണം ഞങ്ങൾ പോയിട്ട് വനമേഖലയുമായി ബന്ധപ്പെട്ടിടങ്ങളിൽ കിടങ്ങ് കുഴിക്കലോ അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് ഏർപ്പെടുത്തലോ ഒക്കെ പ്രയാസമുള്ള കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് അത് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സ്ഥാപനമായ നാഷണൽ അക്കാഡമി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റുമായി ഞാൻ തന്നെ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവയെല്ലാം അതിൽ നിന്ന് അകറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ പലതും അവരുടെ മുൻകൈയിൽ ചില സ്റ്റാർട്ടപ്പുകൾ അത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഏതെല്ലാം നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നുള്ള ഒരു പരിശോധനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കൃഷിവകുപ്പ് കൂടി അതിന് സഹായിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇക്കൊല്ലം തന്നെ ആ ഉപകരണങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് സ്ഥാപിക്കുന്നതിന് കൃഷിവകുപ്പ് തീരുമാനം കൈക്കൊണ്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായുള്ള യോഗവും കേരളത്തിൽ ചേരുകയുണ്ട്. സാധ്യമാകുന്നിടത്തോളം സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ ഈ പരിധിയും പരിമിതികളും ഉണ്ടായിരുന്നു ഇക്കാര്യത്തിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിവകുപ്പിൻ്റെ അധികാരത്തിൽ വരുന്നൊരു കാര്യമല്ല അത്. എന്നാൽ കർഷകനെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നൊരു പ്രശ്നം നിൽക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങനെ പറഞ്ഞു മാത്രം മാറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കൃഷിയുടെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടുന്ന ഫണ്ട് പോലും ഇക്കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുന്ന തരത്തിലേക്ക് എത്തത്. തിരികെ ചർച്ചയിലേക്ക്. പ്രൊഫസർ റോണി കെ ബേബി, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ വാക്കുകളാണ്. കൃഷിയിടത്തിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ ഏകദേശം 50 കോടിയോളം രൂപ ചിലവഴിച്ചു കഴിഞ്ഞു എന്നാണ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇനി തുടർ നടപടികളൊക്കെ ഉണ്ടാകും. അതിനുള്ള പ്രാരംഭ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. കോടികൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആർക്കാണ്, എവിടെയാണ് നീതി കിട്ടുന്നത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞതിന്റെ ഒരു ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു യഥാർത്ഥ പ്രശ്നം എന്താ? ഇവിടുത്തെ ഈ മലയോര ജനത ഒരു വലിയ ഒരു പ്രതിസന്ധിയില്ല. ഈ കാടിറങ്ങി വരുന്ന വന്യജീവികൾ മാത്രമല്ല അവരുടെ ജീവന് ഭീഷണിയാകുന്നത്. ഇതുപോലെയുള്ള മാഫിയ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടിച്ചേർന്ന് നിൽക്കുന്ന വലിയൊരു മാഫിയ, ഇതൊരു വലിയ കൊള്ളയാണ് ശരിക്കും നടക്കുന്ന വനംവകുപ്പ്. കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. നമ്മൾ ഈ വനപ്രദേശവുമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഏറ്റവും മുന്തിയ ഇനം വാഹനങ്ങളിലാണ് ഇവർ യാത്ര ചെയ്തത്. ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും ഏകദേശം 100 കോടിയോളം രൂപയാണ് വനം വകുപ്പിന് വേണ്ടി ഏറ്റവും പുതിയ ഈ ഇന്നോവ കാറുകൾ ഉൾപ്പെടെ. ഈ ഇന്നോവ കാറുകളിലൂടെയൊക്കെയാണോ വനത്തിന്റെ അകത്ത് പോയി അവിടെ ആവശ്യമായിട്ടുള്ള പിന്നെ ഈ പറയുന്ന വന്യജീവികളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളൊക്കെ ചെയ്യുന്നത്? ഇത് മുഴുവൻ കൊള്ളയടിക്കുകയാണ്. ഇത് പിന്നെ വലിയൊരു മാഫിയ സംഘം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സ്ഥലമാറ്റത്തിന്, റേഞ്ചർ ഓഫീസറുടെ തസ്തികയ്ക്ക് സ്ഥലമാറ്റത്തിന് ലക്ഷക്കണക്കിന് കോടി പിന്നെ രൂപയുടെ അഴിമതിയുടെ വിലപേശല് നമ്മൾ നടത്തുന്നത്. പക്ഷെ നമ്മളിവിടെ യഥാർത്ഥത്തിൽ വിഷയത്തെ അഡ്രസ് ചെയ്യണം. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. എന്ത് വിമർശനം ഉണ്ടായാലും, ഞാൻ പറഞ്ഞ ഇന്നലത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഏതാനും മാസങ്ങളായി 1000-ൽ പരം മരണങ്ങളാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്പോഴെ കേന്ദ്രത്തെ വിമർശിക്കുക. അത് വളരെ എളുപ്പമാർഗമായി സംസ്ഥാന സർക്കാർ പിന്നെ സ്വീകരിച്ചിരിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് പറഞ്ഞത്, അദ്ദേഹം സംസ്ഥാനത്തിന്റെ വനഭൂമിയുടെ കണക്കാണ് അദ്ദേഹം പരാമർശിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ഡേറ്റ ഒക്കെ അവൈലബിൾ ആണ്. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. 1972 അദ്ദേഹം പറഞ്ഞത് 12% വനഭൂമി.
പക്ഷെ 49% കേരളത്തിലെ അന്നത്തെ വനഭൂമി എന്ന് പറയുന്നത് 1972 ഈ വനം വന്യജീവി നിയമം വരുമ്പോൾ അത് 2006 ആയപ്പോൾ നേർ പകുതിയായി മാറി ഈ 49%. അപ്പോൾ നമ്മൾ ഈ വനം വന്യജീവി നിയമം വന്നതുകൊണ്ട് കേരളത്തില് വനം കൂടുകയാണോ ഉണ്ടായത് അതോ കുറയുകയാണോ ഉണ്ടായത് എന്നത്. അപ്പോൾ അതുപോലും എന്താ കോൺഗ്രസിന്റെ എന്തോ കൊണ്ടത് മഹാ അപരാധമാണ് അത്ര 1972 ആക്ട്. പക്ഷെ ഈ ആക്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ ജയേന്ദ്രൻ മാഷ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. ആ ആക്ടിന്റെ 4ാം ക്ലോസ് അനുസരിച്ച് മനുഷ്യജീവന് ഭീഷണിയാകുന്ന ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ അല്ലെ അതുപോലെയുള്ള വന്യജീവികൾ അത് വനത്തിന് പുറത്തിറങ്ങി മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയാണെങ്കിൽ അവയെ ഇല്ലാതാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിന്റെ അത്രയും തന്നെ വനഭൂമിയുള്ള അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവർക്ക് എത്ര എഫക്റ്റീവായിട്ടാണ്. തമിഴ്നാടൊക്കെ നമ്മുടെ റോൾ മോഡലാണ്. കാണണം, അവർ മുഴുവൻ പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള കിടങ്ങൾ കുഴിച്ചിരിക്കുന്നു, സോളാർ വേലികൾ വന്നിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ നിങ്ങൾ നമുക്ക് പരിശോധിക്കുക. ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന അത്രയും, കാരണം ഈ പറഞ്ഞ ഈ വനഭൂമിയൊക്കെ ഈ വയനാടൊക്കെ അങ്ങ് വ്യാപിച്ചു കിടക്കുകയല്ലേ തമിഴ്നാട്ടിലേക്കും പിന്നെ കർണാടകയിലേക്കൊക്കെ. എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാകാത്തതിന്റെ ഇരട്ടി ഈ പറയുന്ന പിന്നെ ജീവികൾ ആക്രമണം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം, ഇതിന് പിന്നിൽ വലിയ അഴിമതി. ഒന്ന്, സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തുകയുടെ പോലും പകുതി ഇവിടെ ലാപ്സായി മാറുകയാണ്. ഇത് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ ഞാൻ അതുകൊണ്ട് പറയുന്നത് വനംവകുപ്പ് മന്ത്രിക്ക് വ്യക്തിപരമായി ഇതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. എത്രയോ വിമർശനം ഉണ്ടാകുമ്പോൾ പോലും എന്താ അദ്ദേഹം എത്ര നിസ്സാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ജനങ്ങളുടെ ഈ ദുരിതത്തെ അദ്ദേഹം പരിഹസിക്കുകയാണോ, വെല്ലുവിളിക്കുകയാണോ? ഇത്രമാത്രം രാഷ്ട്രീയ ബോധമുള്ള, ഇത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് ഭരണകക്ഷിയുടെ CPM-ന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം ഭരണകക്ഷിക്ക് CPM-നും മുഖ്യമന്ത്രിക്കും ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് AK ശശീന്ദ്രൻ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കസേര തെറിക്കാത്തത്. മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷി വകുപ്പായിരുന്നു ഇങ്ങനെയൊക്കെ ഈ കമന്റുകൾ പാസാക്കുകയും പരിഹസിക്കുകയും ജനങ്ങളെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ മന്ത്രിയെ മാറ്റുവാനുള്ള ഒരു ആർജവത്വം ഉണ്ടാകുന്നതിന് ഞാൻ കരുതുന്നത്. ഇദ്ദേഹം ഈ നാട്ടിലും ജനങ്ങളെ മുഴുവൻ പരിഹസിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഒരു ദുരന്തമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നമ്മൾ പരിശോധിക്കാം, അന്വേഷിക്കാം. അതല്ലേ ഒരു ഉത്തരവാദിത്വം മന്ത്രിയിൽ നിന്നുണ്ടാകേണ്ടത്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ മന്ത്രി എന്താ പറയേണ്ടത്? അതൊരു ദാരുണ സംഭവമായി പോയി, നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാം, നടപടികൾ സ്വീകരിക്കാം. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കാം എന്ന് നമ്മൾ പറയും. 500 മീറ്ററാണ് അവരവിടെ ഈ പറയുന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതി എടുത്ത് അവര് ഈ പറയുന്ന പന്നിക്കണി ഉണ്ടാക്കിയിരിക്കുന്നത് 500 മീറ്റർ. അതെന്താ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന് അറിയാത്തതാണോ? അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാത്തതാണോ? ഇതുപോലെ ഇതിനു മുമ്പുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെ, പക്ഷെ നിർഭാഗ്യവശാൽ മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് KSEB ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ നടന്നു നോക്കാൻ പരിമിതിയുണ്ട്, എല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തലയിൽ വയ്ക്കുന്നത് എന്തിന് എന്നൊക്കെയുള്ള പരാമർശങ്ങളായിരുന്നു. റെജി ലൂക്കോസ്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ ഒരു സമീപനം ഉണ്ടാകുന്നതിന് പകരമാണ് നമ്മൾ ഇന്ന് ആദ്യം കേട്ട വാക്കുകൾ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും രാവിലെ തന്നെ. അതായത് ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനു മുൻപും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് വനം വകുപ്പ് മന്ത്രി. കാരണം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള മന്ത്രിയുടെ ഒരു പ്രതികരണം, പലപ്പോഴും അദ്ദേഹം ആ ജില്ലയിലേക്ക് വരികയോ അവരുടെ വീടുകൾ സന്ദർശിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴാണ്, താങ്കൾക്കും ഓർമ്മ കാണണം, വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, വയനാട് കാട്ടാന ആക്രമണത്തിൽ ഒരു വ്യക്തിയുടെ ജീവൻ പൊലിയുന്ന സമയത്ത് അദ്ദേഹം കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ ഗാനാലാപനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ പങ്കുവച്ചതാണ്. അത്തരത്തിൽ വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുകയും തികച്ചും നിരുത്തരവാദപരമായ ചില പ്രസ്താവനകളിലൂടെ അത് കൂടുതൽ വിവാദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളീ ഞാൻ നേരത്തെ പറഞ്ഞോളാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമല്ലേ, ഇത് ജനങ്ങളെ ബാധിക്കുന്ന. അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ഈ വനം നിയമവുമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട റോണി സാറ് പറഞ്ഞു 46% വനമായിരുന്നു. സാറേ അങ്ങനെ ഭയാനകമായ കണക്ക് പറയരുതേ. നമ്മളൊരു ചർച്ചയിലിരിക്കുമ്പോൾ ഞാൻ ഡേറ്റ വെച്ച് സംസാരിക്കുന്നത്. അപ്പൊ അതൊരു ജയന്ത്രമാൾ സംബന്ധിച്ച് 12% വരുന്നത് കേരളത്തിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കയറുക, ഗൂഗിളിൽ അടിച്ചാൽ ഡേറ്റ അവിടെ കിട്ടും. ലക്ഷക്കണക്കിന് ജനങ്ങളോട് നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കള്ളം പറഞ്ഞ് നേടുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. സാറ് അതിന്റെ ഡേറ്റ പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ജയന്ദ്രൻ മാഷ് പറഞ്ഞൊരു നിയമമുണ്ട്, അത് റോണി സാറും പറഞ്ഞു. എന്താ പറഞ്ഞ വനം വന്യജീവി നിയമത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് പിന്നെ ഉപദ്രവകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി റോങ് ആണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത്
ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു, ഒരു നിയമഭേദഗതി കൊണ്ടുവന്നു ഈ വനം വന്യജീവി ഇതിനെ കുറിച്ച്. അന്ന് പരിസ്ഥിതി മന്ത്രിയായിരുന്നത് എന്റെ ഓർമ്മ ശരിയാണ് മേനകാ ഗാന്ധിയാണ്. ആ മേനകാ ഗാന്ധി പാർലമെന്റിൽ ആക്രമിച്ചു തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല, തെരുവ് നായകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷ എത്ര അറിയോ? അങ്ങനെയാണ് ഈ രാജ്യത്ത് അപരിഷ്കൃതമായ രീതി രാജ്യത്തെ എന്താ പറയാ പുരാതന കാലത്തേക്ക് തള്ളിവിട്ടത്. തെരുവ് നായകളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടിരുന്നത്. ഈ പറയുന്ന വന്യജീവികളെ കൊല്ലാന്നുള്ളത് എടുത്തു കളഞ്ഞ ആ നിയമം ഭേദഗതി നടത്തി. നേരത്തെ ജയേന്ദ്ര മാഷ് മാനന്തവാടിയെ കുറിച്ച് പരിസ്ഥിതി മന്ത്രി ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ജയേന്ദ്ര മാഷ് പറഞ്ഞ് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ജയേന്ദ്ര മാഷ് ഓർക്കുന്നുണ്ടോ? അതിന്റെ പിറ്റേ ദിവസം ഡൽഹി എനിക്ക് തോന്നുന്നു വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിലാണെന്ന് എനിക്ക് സംശയമുണ്ട്, സബ്ജക്ട് ടു കറക്ഷൻ. വനം പരിസ്ഥിതി മന്ത്രിയോട് തന്നെ കേരളത്തിലെ പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് പറഞ്ഞില്ല എന്ന് ആരോപണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അത് നിഷേധിച്ചു. സാറിന് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഗൂഗിളിൽ നിന്നുള്ള കോപ്പി വേണം സാറിന് ഞാൻ അയച്ചുതരാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം നമ്മുടെ മനുഷ്യ മൃഗങ്ങൾ കൊല്ലുന്നു, ഭീകരമായ രീതിയിൽ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാൻ്റെ അടുത്താ. ഇവിടുന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ പോയ പാലായി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് 50-55 കിലോമീറ്റർ ദൂരെയാണ് വനം. അവിടെ കഴിഞ്ഞ കൊല്ലം രാത്രിയിൽ കാട്ടുപന്നി വന്നു. കാട്ടുപന്നി ദൃശ്യങ്ങൾ എല്ലാ ചാനലിലും കാണിച്ചു. അപ്പൊ കേരളം എന്ന് പറഞ്ഞ സ്ഥലം പന്നികൾക്കും പട്ടികൾക്കും വിഹരിക്കാനും ആരെയെ കൊല്ലാനും പറ്റുന്ന ഒരു നാടായി മാറിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ആ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കൊണ്ടൊന്ന് കൂട്ടിക്കോ. അത് പറയാൻ കാരണം എന്താ? കേന്ദ്ര സർക്കാരിൽ ഇവിടെ റോണി സാറ് കേന്ദ്ര സർക്കാരിനെ വെള്ളം പൂശിക്കൊണ്ട് സംസാരിച്ചു. സാറ് കേന്ദ്ര സർക്കാരിനെ വെറുതെ എന്തെങ്കിലും ഒരു മനുഷ്യജീവൻ വരുമ്പോൾ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ ഒരു എടുക്കരുത്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഞാൻ ചോദിക്കട്ടെ, മുത്തയ്ക്ക മുതൽ ഗുണ്ടൽപേട്ട വരെയുള്ള വഴിയിൽ രാത്രികാലത്ത് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഈ ഭൂമിയിൽ ഇപ്പൊ എവിടെയെങ്കിലും ഉള്ള നിയമമുണ്ടോ? ഇതല്ലാതെ ഉണ്ട്. അതുപോലെ ബന്ദിപ്പൂരിലേക്കും പറയൂ, നിങ്ങൾ അതിന് മറുപടി പറയേ. ആർക്കും വേണ്ട മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട്. അപ്പൊ ഈ പറയുന്ന 13 വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ മൃഗങ്ങളില്ലായിരുന്നോ? നിങ്ങൾ മറുപടി വരെ. മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് നിയമം ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ? മൃഗങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് 2010. എന്താ അറിയോ? ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠ മൃഗങ്ങളാ, മനുഷ്യർക്ക് വിഘ്നം വരുന്ന ഏതെങ്കിലും വന്യജീവികളുണ്ടെങ്കിൽ ആ പ്രദേശം തന്നെ കത്തിച്ചുകളെന്നാണ് ആ പ്രമേയത്തിൽ പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ. അപ്പൊ അങ്ങനെ ഇരിക്കെ കേരളത്തിലെ ജനങ്ങള് വനാതിർത്തിയോട് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണം നമ്മളൊക്കെ ഭക്ഷണം തരുന്ന കാർഷിക വിളകൾ ഇന്ന് അവർക്ക് മരീചിയായി വരാം, അത് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇതെല്ലാം ഈ വന്യമൃഗങ്ങൾ കൊണ്ടുപോകും. ഇതുപോലെ തന്നെ ഇനിയിപ്പോ ഈ ഇന്നത്തെ മരണത്തിലേക്ക് ഒന്ന് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ മനഃപൂർവ്വം അവിടുത്തെ ഭരണം കോൺഗ്രസിലാണെന്നും ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹം കോൺഗ്രസ് ആണ്, ഞാൻ മനഃപൂർവ്വം പറയാറില്ല. കാരണം ഈ ആരോപണ പ്രത്യാരോപണം കേട്ട് മടുത്തു. കാരണം എന്തെങ്കിലും ഒരു ഫലപ്രദമായ ഇംപ്ലിമെന്റേഷൻ അല്ലേ വേണ്ടേ? അയാളുടെ ഭാഗത്ത് ഉത്തരവാദിത്വം കുറവുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലേ? ഇത് ആദ്യമല്ല അവിടെ ഒരു മരണം ഉണ്ടാകുന്ന ആ വാർഡിൽ. നേരത്തെ മാഷ് പറഞ്ഞ പോലെ അവിടെ 10 പേര് ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് സജീവ പ്രവർത്തകനായിരുന്നു. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു കറണ്ട് റോബറി നടത്തി ഇതുപോലത്തെ അത് പബ്ലിക്കായിട്ട് മനുഷ്യൻ പോകുന്നിടത്ത്, കുഞ്ഞുങ്ങൾ എപ്പോഴും ക്രോസ് ചെയ്യുന്നിടത്ത്, ഒരു കടവിനോട് സൈഡിൽ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ മെമ്പർക്ക് ഉത്തരവാദിത്തം ഇല്ലേ? അയാൾ പറയണ്ടേ? അയാൾ തന്നെയാണ് ആദ്യം ഇന്നലെ പ്രതിഷേധത്തോടെ രംഗത്തിറങ്ങിയ സർക്കാരിനെതിരെ. അപ്പൊ അയാളെന്ത് പഞ്ചായത്ത് മെമ്പറാ? ഞാൻ മനഃപൂർവ്വം പറയില്ലെന്ന് ഓർത്താക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടല്ല. അത് CPM നടത്തിയപ്പോൾ എതിർക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു സംശയമില്ല കാര്യത്തിൽ. മനുഷ്യനെ കൊല്ലപ്പെടുമ്പോൾ അത് നമ്മുടെ സന്ദേശ സിനിമയെ കാണുന്ന പോലെ ആ മൃതദേഹത്തിന്റെ അടുത്ത് പോയി കരയുക, മൃതദേഹത്തിന് അവകാശമായതുകൊണ്ടേക്ക് കള്ളക്കണ്ണീര് നടത്തുക, ഇതൊക്കെയാണോ നമ്മൾ നടത്തേണ്ടത്? നമ്മളൊരു പരിഷ്കൃത യുഗത്തിൽ താമസിക്കുന്നതല്ലേ? ഇനി വോട്ടെടുപ്പിന് മുതലെടുപ്പാനാണെങ്കിൽ ഇത് ഈ നിലമ്പൂരിലെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കോമാളിത്തരങ്ങള്. അവർക്കെന്നെ ഒരു വിവരമില്ലാത്തവരാണോ? 600 രൂപ പെൻഷൻ 1200 രൂപ ഞങ്ങളുടെ കാര്യത്തിൽ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പളയ്ക്ക് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടല്ലേ? കേരളം മുഴുവനും അത് പ്രതിഷേധത്തിലാ. ഇത് വാങ്ങിച്ചവർക്ക് ഇത് അറിയാമല്ലോ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന്. അപ്പൊ ഇങ്ങനത്തെ കള്ളത്തരങ്ങളും നുണകളും പറഞ്ഞ് ഇനി എന്തെങ്കിലും നേട്ടങ്ങൾ രാഷ്ട്രീയത്തിൽ പോയി നിൽക്കാൻ കഴിഞ്ഞുപോയി. ശരി, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും കള്ളത്തരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. കാരണം ഇതിന് ഉത്തരവാദികൾ ആയവർ ആരൊക്കെ എന്നുള്ളത് കൃത്യമായി കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. ഈ രാഷ്ട്രീയ വടംവലിക്കിടയിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പാവം ജനതയുണ്ട്, ജനസമൂഹമുണ്ട്. അവർക്ക് നീതി ലഭ്യമായേ മതിയാകുകയുള്ളൂ. ജനം സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.